ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമുക്കിന്ന് സ്വിറ്റ്സർലൻഡിലെ ഗ്രാമങ്ങളിലൂടെ ഒരു യാത്ര പോയാലോ? സ്വിറ്റ്സർലൻഡിലെ കർഷകരെയും ഇവിടുത്തെ കൃഷിയും ഗ്രാമഭംഗിയും പശുക്കളെയും പശുത്തൊഴുത്തും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി യാത്ര. എല്ലാവരും റെഡിയല്ലേ? എന്നാ പായോ, നമുക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു വലിയ കർഷകന്റെ വീടിന് മുന്നിലാണ്. ഇതാണ് ഇവിടുത്തെ പരമ്പരാഗത ശൈലിയിലുള്ള പശുത്തൊഴുത്ത്. ഈ പശുത്തൊഴുത്തുകളെല്ലാം 3 നിലയായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ആണ്. 2 നിലയിലും പശുക്കളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വീടുകളാണെങ്കിലും ഇങ്ങനെയാണ്. ധാരാളം സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത് ചരിഞ്ഞ മേൽക്കൂരയാണ്. അപ്പോൾ വിന്ററിൽ സ്നോ വന്നു കഴിയുമ്പോൾ അത് ഉരുകി താഴേക്ക് പോകാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചരിച്ച മേൽക്കൂരകൾ ഇവിടെ നിർമ്മിക്കുന്നത്. ഇത് ഇദ്ദേഹത്തിന്റെ വീടാണ്. ഇത് ഇവിടുത്തെ സ്വിറ്റ്സർലൻഡിലെ ഷാലെ ഹൗസസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് പരമ്പരാഗത ശില്പഭംഗി വിളിച്ചോതുന്ന വീടുകളാണ് ഈ ആൽപൈൻ വില്ലേജിൽ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ താമസക്കാരും ഉണ്ട്. അതുപോലെ തന്നെ റിസോർട്ടുകളായിട്ടും ഇങ്ങനത്തെ വീടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു 3-4 നിലകളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തന്നെ സെലാറുകളുണ്ട്. സെലാർ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് റൂമുകളാണ്. അവിടെ മുഴുവൻ അവരുടെ പത്തായപ്പുരകളാണ്. ധാന്യങ്ങൾ ശേഖരിക്കുന്നതും അതുപോലെ തന്നെ വൈൻ ഒക്കെ ശേഖരിക്കുന്നത്. ഇവിടെ വിന്റർ എന്ന് പറയുന്നത് അതികഠിനമാണ്, ലോങ് വിന്റർ ആണ്. അപ്പോൾ ഈ ഒരു ശീതീകരിച്ച ഒരു ടെമ്പറേച്ചർ ആയിരിക്കും അണ്ടർഗ്രൗണ്ട് റൂമുകളിലൊക്കെ. അപ്പോൾ അവിടെയാണ് അവർ ധാന്യങ്ങളും വൈനും ഒക്കെ ശേഖരിക്കുന്നത്. അതുപോലെ വിറക് അവർ ഏത് വീടിന് മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല മനോഹരമായിട്ട് വിറക് അടുക്കി വെച്ചേക്കുന്ന കാണാം. അതും ഇവര് ഈ നമ്മുടെ വിന്റർ സമയത്ത് വീട് ചൂടാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ കത്തിക്കാനും, അതുപോലെ തന്നെ ഇപ്പോഴും പല കർഷകരും പരമ്പരാഗത രീതിയിൽ വിറക് കത്തിച്ച് ചീസൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് അവര് ഈ വിറകിങ്ങനെ ശേഖരിച്ചു വെച്ചേക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന് 200 ഹെക്ടറിൽ പരം കൃഷിഭൂമി ഉണ്ട്. അതുപോലെ 2000 പശുക്കളും ഉണ്ട്. എല്ലാവരെയും തന്നെ ആൽപ്സിൽ മേയാൻ വിട്ടേക്കുവാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇവര് ഒരു ഓട്ടമാകുന്ന സമയത്താണ് ഈ പശുക്കളെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാത്തപ്പോഴെല്ലാം ഇവർ മലമുകളിലാണുള്ളത്. അവിടെ തന്നെ പശുക്കളെ കറക്കാനും ചീസ് ഉണ്ടാക്കാനും പാല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ അവരവിടെ ചെയ്യുന്നുണ്ട്. അവിടെ നിന്നും നമ്മൾ മറ്റൊരിടത്തേക്ക് വന്നേക്കുവാണ്, മറ്റൊരു കർഷകനെ കാണാൻ വേണ്ടിയിട്ട്. ഹലോ, സ്വിറ്റ്സർലൻഡിലെ പശുക്കളാണ്. അവരുടെ മണിയടി ഒച്ച കേട്ടോ? അവരുടെ എല്ലാം കഴുത്തില് ഒരു ബെല്ല് തൂക്കിയിട്ടുണ്ട്, ഒരു മണി. നല്ല രസമല്ലേ ഇത് കേൾക്കാനായിട്ട്? ഇത് ഇദ്ദേഹത്തിന്റെ പശുക്കളാണ് കേട്ടോ. ഇദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു എന്തിനാണ് ഇവരുടെ കഴുത്തിൽ ഇങ്ങനെ മണി കെട്ടിയേക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞത് വൈകുന്നേരം ആകുമ്പോൾ അവർ കൂട്ടം തെറ്റിപ്പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണെന്ന്. പുള്ളിക്ക് അറിയാവുന്ന ഇംഗ്ലീഷിലും ജർമ്മനിലും ഒക്കെ ആയിട്ട് പുള്ളി നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരുമായിരുന്നു. ഇവർക്കൊന്നും ഇംഗ്ലീഷ് അധികം സംസാരിക്കാൻ അറിയില്ല, മനസ്സിലാക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂടുതൽ ആൾക്കാർ ജർമ്മനാണ് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെയും പരിചയപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇവിടുത്തെ പശുക്കളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമ്മർ മന്തിലും കൂടുതലും അവർ ആൽപ്സൈൻ പർവ്വതങ്ങളിലാണ് കഴിയുന്നത്. അപ്പോൾ ഈ കർഷകർക്ക് അവിടെ താമസിക്കാനായിട്ട് താൽക്കാലികമായിട്ടുള്ള ഷെൽട്ടറുകളുണ്ട്, ചെറിയ ഹട്ടുകളുണ്ട്. അപ്പോൾ അവര് സമ്മർ മന്ത് മുഴുവൻ അവിടെ താമസിക്കാറുണ്ട്. ഇത് മറ്റൊരു കർഷകന്റെ അടുത്ത് ഇപ്പം നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്തിയപ്പോൾ ഇവിടുത്തെ പശുക്കളെല്ലാം ഇങ്ങനെ നല്ല സംഗീതമൊക്കെ ആസ്വദിച്ച് നിൽക്കുവാണ്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന അമ്മമാർ മാത്രമാണ് ഇവിടെ ഈ ഷെഡിൽ നിർത്തിയേക്കുന്നത്. ബാക്കിയുള്ളവർ മുഴുവൻ മലമുകളിൽ വിട്ടേക്കുവാണ്, ആൽപ്സിൽ വിട്ടേക്കുവാണെന്നാണ് പറഞ്ഞത്. ഇത് ഇവരുടെ വിന്ററിലേക്കുള്ള
തീറ്റ ശേഖരിച്ച് വെച്ചേക്കുന്നതാണ്. അതായത് കച്ചി, അതുപോലെ പുല്ലൊക്കെ ഇവർ വളർത്തിയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കും. അതുപോലെ ചോളമൊക്കെ കൊയ്ത് കഴിഞ്ഞിട്ട് അതൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ടൈറ്റ് പാക്കിംഗ് ആയിട്ട് ഇവർ വിൻ്ററിലേക്ക് ശേഖരിച്ച് വെക്കുന്നുണ്ട്. ഇവിടെ വിൻ്ററിലേക്ക് ഭയങ്കര കരുതലാണ് കേട്ടോ. വിറക് ശേഖരിക്കുന്ന പോലെ തന്നെ പശുക്കളുടെ തീറ്റയും ഇവരിങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുന്നത് നമുക്ക് വഴിനീളെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ തൊഴുത്തിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു സൈഡ് മുഴുവൻ കച്ചിയാണ്. കച്ചി ഇങ്ങനെ കെട്ടി അടുക്കി വെച്ചേക്കുവാണ്. റോളുകളായിട്ട് അവർ പാടത്തുനിന്ന് തന്നെ ഇങ്ങനെ കെട്ടിക്കൊണ്ടുവരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫീഡിങ് മദേഴ്സ് മാത്രമാണ് നിൽക്കുന്നത്, ബാക്കി എല്ലാവരും മുകളിലാണ്. അവരെല്ലാം നമ്മളെ കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുവാണ്. ഇത് എന്ത് അത്ഭുത ജീവികളാണെന്നോർത്ത്. ഇവിടെ ചോളത്തിൻ്റെ ഇലകളൊക്കെ അരിഞ്ഞ് കൂട്ടി വെച്ചേക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ടൈറ്റ് പാക്ക് ചെയ്ത് വെക്കുന്ന, അതാണിപ്പോൾ ഇവിടെ ഈ ചാക്കിൽ കാണുന്നത്. അതിൻ്റെ ഒരു ചാക്ക് അവിടെ പൊട്ടിച്ച് വെച്ചേക്കുന്നതാണ് അവർക്ക് തീറ്റ കൊടുക്കാനായിട്ട്. ഇവിടെ കുഞ്ഞു മക്കളുണ്ട്. ഒരു ആഴ്ചയിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇവരെ നല്ല നെയ്യിൻ്റെ മണം കേട്ടോ. സ്വിറ്റ്സർലൻഡിലെ ചീസൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ. എന്ത് തന്നെയാണേലും ഈ പശുക്കുട്ടിയൊക്കെ നല്ല നെയ്മണമായിരുന്നു. പല സൈസിലുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇതെന്താന്ന് മനസ്സിലായോ? പശുക്കളുടെ രോമം ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന ഇലക്ട്രിക് ബ്രഷ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പശുക്കളാണ്. ഇദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഇദ്ദേഹത്തിന് 150 ഹെക്ടർ കൃഷിഭൂമിയുണ്ട്. അവിടെ ഗോതമ്പ്, ചോളം, സൂര്യകാന്തി, അതുപോലെ മുന്തിരിപ്പാടം, വൈൻയാർഡ് ഒക്കെയാണ് പുള്ളിക്കുള്ളത്. അതുപോലെ തന്നെ 1500ഓളം പശുക്കളും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഫീഡിങ് മദേഴ്സും അവരുടെ കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ആൽപ്സിലാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഫ്രൈഡേ കുറച്ച് ഫ്രീ ആണ്. ആ ദിവസം നമ്മൾ വരുവാണെങ്കിൽ പുള്ളിയുടെ ട്രാക്ടറിൽ നമ്മളെ കൊണ്ടുപോയി പുള്ളിയുടെ കൃഷിഭൂമി മുഴുവൻ കാണിക്കാമെന്ന് പറയുന്നുണ്ട്. ഇവര് പലരും നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചു. പക്ഷേ ചിലരൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് തന്നെയാണ്. അവര് ജർമ്മനാണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു വിമുഖതയായിരുന്നു ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കാനായിട്ട്. പക്ഷെ ഇദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു. അറിയുന്ന ഇംഗ്ലീഷിലും ജർമ്മനിലും ഒക്കെ ആയിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ പരമ്പരാഗതമായിട്ട് കർഷകരാണ് കേട്ടോ. അങ്ങനെയുള്ളവരാണ്, അല്ലാതെ അവര് വരുമാനം മാത്രം നോക്കിയിട്ട് കൃഷിയിലേക്ക് വന്നവരല്ല. ഇവരുടെയൊക്കെ അച്ഛനും അപ്പൂപ്പന്മാരും ഒക്കെ കർഷകരായിരുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുവാണ്. ഇതിപ്പോൾ നമ്മൾ ഫുർക്ക പാസിൽ എത്തിയിട്ടുണ്ട്. ഫുർക്ക പാസിൽ കണ്ട ഒരു താൽക്കാലിക ഷെഡെന്ന് പറയാൻ പറ്റില്ല, ഒരു താൽക്കാലിക ഭവനവും അവിടെ കണ്ട കുറേ കർഷകരുമാണ്. ഇവർ വിൻ്ററിലേക്ക് പുല്ല് ശേഖരിക്കുവാണ്. പശുക്കൾക്കുള്ള മെഷീൻ കൊണ്ടുവന്ന് പുല്ല് ചെത്തി, അതുപോലെ കുറച്ച് ജോലിക്കാർ നിന്ന് അതിനെ നീക്കി കൂട്ടി അത് പാക്ക് ചെയ്യുവാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ഫുർക്ക പാസിന്റെ ഒരു വീഡിയോ, വിശദമായിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം കേട്ടോ. ഇവിടെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വിറക് അടുക്കി വെച്ചേക്കുന്ന കാണാൻ പറ്റും. ഇവർ വളരെ ഓർഗനൈസ്ഡ് ആണ് കേട്ടോ. അതുപോലെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഇവര് നല്ല വൃത്തിയായിട്ടാണ് ഇവരുടെ രാജ്യം സൂക്ഷിക്കുന്നത്. എങ്ങും ഒരു കടലാസോ ചപ്പോ ചവറോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇദ്ദേഹം ഇവിടെ വീടിന് മുന്നിലെ ഒരു ടാങ്കിൽ കുറേ കുപ്പികളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്ന കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഫ്രിഡ്ജിന് പകരം ഉപയോഗിക്കുന്നതാണ് അത്രേ. വൈനും
അതുപോലെ ബിയറും ഒക്കെയാണ് അതിനകത്ത് സൂക്ഷിക്കുന്നത്. അതുപോലെ അവരുടെ ഡ്രിങ്കിങ് വാട്ടറാണിത്. വാലിന്ന് വരുന്ന ശുദ്ധമായ വെള്ളം എന്ന് പറഞ്ഞ് എനിക്കൊരു കപ്പ് വെള്ളം അതിനകത്ത് നിന്ന് എടുത്തു തന്നു. നല്ല വെള്ളമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു ആ വെള്ളത്തിന്. അപ്പോൾ ഇങ്ങനെയാണ് അത്രേ അവരിവിടെ ഇതൊക്കെ ശേഖരിക്കുന്നത്, അവർക്ക് കൂളായിട്ട് അതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. കാരണം മാക്സിമം എനർജി സേവിങ് ആണ് ഇവിടെ. അതുപോലെ പാചകത്തിന് വിറകടുപ്പുകളാണ് ഉപയോഗിക്കുന്നത്. കാരണം താൽക്കാലികമായിട്ടുള്ള അക്കോമഡേഷൻ ആണ്. ഇവർക്ക് ടൗണിൽ വേറെ വീടുകളുണ്ട്. ഈ സമ്മർ മന്ത്സിൽ മാത്രമേ ഉള്ളൂ ഇവരിവിടെ വന്ന് താമസിക്കുന്ന. ഈ പശുക്കളോടും ഒക്കെ ഇദ്ദേഹത്തിന് പശുക്കളുണ്ട്, അതുപോലെ ചെമ്മരിയാടുണ്ട്, അൽപ്പാക്കാസ് ഉണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു ഓട്ടമൊക്കെ ആയി കഴിയുമ്പോൾ, അതായത് തണുപ്പ് തുടങ്ങുന്ന സമയത്ത് ഇവർ ഈ പശുക്കളെയൊക്കെ ആയിട്ട് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ തൊഴുത്തിലാണ് അവർ ആ വിന്റർ മുഴുവൻ കഴിയുന്നത്. ആ സമയത്തേക്ക് കഴിക്കാനാണ് അവരുടെ തീറ്റ ഇങ്ങനെ ശേഖരിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടം തുടങ്ങുന്ന സമയത്ത് ഇവർ ഈ പശുക്കളെയൊക്കെ നാട്ടിൽ കൊണ്ടുപോയി ഇവരുടെ ഒരു കലാരൂപമുണ്ട്. പശുക്കളെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഒരു ഘോഷയാത്ര പോലെ കൊണ്ട് പോകുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട് ഇവർക്ക്. ആൽപ്സിന്റെ മുകളിലുള്ള പശുക്കളെയൊക്കെ അങ്ങനെ ആഘോഷമായിട്ടാണ് അവർ നാട്ടിലേക്ക്, അതായത് നേരത്തെ നമ്മൾ കണ്ട പശുത്തൊഴുത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ സമ്മർ മന്ത്സിൽ ഈ ആൽപ്സിന്റെ മുകളിലുള്ള പശുക്കളെല്ലാം ഇവിടെ തന്നെയാണ് രാത്രി കിടന്നുറങ്ങുന്നതും, ഇവിടെ തന്നെയാണ് പശുവിനെ കറക്കലും എല്ലാം ഇവിടെ തന്നെയാണ് പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ന് മൗണ്ടൻ റെയിലിൽ മുകളിലേക്ക് പോയപ്പോൾ, ജംഗ് ഫറോയിലേക്ക് പോയപ്പം ആൽപ്സിന്റെ ഏറ്റവും മുകളിലൊക്കെ പശുക്കൾ നിൽക്കുന്ന കണ്ടില്ലേ? മണി കെട്ടിയ പശുവിനെ ഞാൻ കാണിച്ചു തന്നില്ലേ അന്നത്തെ വീഡിയോയിൽ? അപ്പോൾ അവരൊക്കെ അവിടെ അങ്ങനെ അങ്ങ് വിട്ടേക്കുവാണ്. പിന്നെ ഈ തിരിച്ച് ഓട്ടമാവുമ്പോഴാണ് അവരെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് മലയുടെ മുകളിൽ നിന്നും. ഇതിപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. മറ്റൊരു പശുത്തൊഴുത്തിൻ്റെ മറ്റൊരു ഫാമിൻ്റെ. ഇതിപ്പം നമ്മൾ ആൽപ്സിൽ നിന്ന് താഴെ വന്നു കേട്ടോ. ഇതിപ്പോൾ ഒരു വില്ലേജിലാണ്. ആൽപ്സിന്റെ മുകളിലെങ്ങും തന്നെ പശുത്തൊഴുത്തില്ല. കർഷകരുടെ ചെറിയ ചെറിയ ഹട്ടുകളും വീടുകളും മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇവിടെ കച്ചി ശേഖരിച്ച് വെച്ചേക്കുവാണ്. കച്ചിയും പുല്ലും ഒക്കെ ശേഖരിച്ച് വെച്ചേക്കുവാണ്. നമ്മുടെ ചേച്ചി അതൊക്കെ പോയി ഒന്ന് പിടിച്ചു നോക്കുവാണ് അതിൻ്റെ. എന്നിട്ട് പറയുന്നുണ്ട് നല്ല ടൈറ്റ് പാക്കേജിങ് ആണെന്ന് പറയുന്നുണ്ട്. ഇത് പുല്ല് ചെത്തുന്ന മെഷീനാണ് കേട്ടോ. അതുപോലെ ഗോബർ ഗ്യാസ് പ്ലാന്റ് ആണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെയും കുറച്ച് അമ്മമാര്, ഫീഡിങ് മദേഴ്സ് മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ളവരെല്ലാം മലമുകളിലാണ്. ചോളം പിടിച്ചു നിൽക്കുന്ന കണ്ടോ? ഓർഗാനിക് ഫാമിംഗ് ആണ് ഇവിടെ. രാസവളങ്ങളൊന്നും തന്നെ ഇവർ ഉപയോഗിക്കാറില്ല. അതുപോലെ ഇറിഗേഷൻ സംവിധാനങ്ങളും ഇല്ല. എപ്പോഴും തന്നെ മഴയുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇറിഗേഷൻ്റെ ആവശ്യമില്ല, അതുപോലെ രാസവളങ്ങളുടെ ആവശ്യമില്ല. ഇത്രയും പശുക്കളുള്ള നാട്ടിൽ എന്തിനാ രാസവളം? പശുവിൻ്റെ ചാണകവും അതുപോലെ തന്നെ കമ്പോസ്റ്റും മാത്രമാണ് ഇവർ ഇതിനൊക്കെ വളങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് മറ്റൊരു ഫാം ഹൗസ് ആണ്. അവരുടെ തൊഴുത്തും അതുപോലെ തന്നെ അവരുടെ ഈ സമ്മർ ബംഗ്ലാവ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ മില്ല് നമുക്ക് കാണാൻ പറ്റും. അവിടെ ധാന്യങ്ങളൊക്കെ അവർ പൊടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ചീസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ മണം നമുക്ക് ഇവിടെ മുറ്റത്ത് നിൽക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. എന്ത് വലിയ പശുത്തൊഴുത്താണെന്ന് നോക്കിക്കേ. നല്ല സുന്ദരി പശുക്കളും നിൽപ്പുണ്ട്. ഈ ഒരു വയറ് കണ്ടില്ലേ? അത് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ കോമ്പൗണ്ട് വിട്ട് വെളിയിലേക്ക് പോകില്ല. ഇവർ വന്നത് ഓഫാക്കി അവരെ അവിടെ നിന്ന് ഇറക്കിയാൽ മാത്രമേ ഇവർ ഈ കോമ്പൗണ്ടിന് വെളിയിൽ ഇറങ്ങുള്ളൂ. മറ്റുള്ളവരുടെ ഫാമിലേക്കൊക്കെ അതിക്രമിച്ച് കടക്കാതിരിക്കാനും ഒക്കെ കൂടിയാണ് ഇതുപോലെ അവർ നിൽക്കുന്നിടത്ത് ഇങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കുറച്ച് അമ്മ പശുക്കൾ, ഫീഡിങ് മദേഴ്സ് മാത്രമാണുള്ളത്. ബാക്കിയുള്ളവരെല്ലാം അവർ വിട്ടേക്കുവാണ്, ഫ്രീ റേഞ്ച് ആയിട്ട് വിട്ടേക്കുവാണ് ഇവിടുത്തെ പശുക്കളെ. എന്തോരം പണിയായുധങ്ങളാണ് ഇവിടെ നിന്ന് നോക്കിക്കേ. അവരുടെ വീടാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്, അതായത് അവരുടെ സമ്മർ ബംഗ്ലാവ്.
വിൻ്റർ ആകുമ്പോൾ അവരിവിടെ അല്ല താമസം, അവർ പട്ടണത്തിലേക്ക് പോകും. അന്നേരം ഇവിടെ അവരുടെ ജോലിക്കാർ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, അത്രേ ഉണ്ടാവുള്ളൂ. നല്ല സുന്ദരൻ കുട്ടന്മാരായ മുയലുകളും ഉണ്ടായിരുന്നു അവിടെ. ഇതവരുടെ ആപ്പിൾ തോട്ടമാണ്. ആപ്പിൾ കായ്ച്ചു നിൽക്കുന്ന കണ്ടില്ലേ? ആ പാടശേഖരത്ത് മുഴുവൻ ഇങ്ങനെ ആപ്പിൾ മരങ്ങൾ കാണാൻ പറ്റും. ഇത്രയും പശുക്കളും ഇത്രയേറെ കൃഷികളും ഉള്ള ഒരു ഫാം ഹൗസ് ആയിട്ടും എന്ത് വൃത്തിയിലും വെടിപ്പിലുമാണ് അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതെന്ന് നോക്കിയേക്കെ. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം വരും. ഒരു കടലാസോ ഒരു കരിയിലയോ ഒന്നും എങ്ങും കാണാൻ പറ്റില്ല. അതൊക്കെ അപ്പോഴപ്പോഴും അവർ നീക്കുന്നുണ്ട്. ഒന്നും നമുക്ക് പുറത്ത് ഒരു അഴുക്കും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇത് പബ്ലിക് പ്ലേസ് അല്ല കേട്ടോ, പബ്ലിക് റോഡിൽ കൂടെ അല്ല നടക്കുന്നത്. നമ്മളിതൊരു പ്രൈവറ്റ് ഫാമിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഫാം ഹൗസിന് ഉള്ളിൽ കൂടെയുള്ള റോഡാണ്. നമ്മുടെ കാരവൻ താഴെ അവരുടെ വീട് മുറ്റത്താണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫാമിലിങ്ങനെ ചുറ്റിക്കറങ്ങി കാണാനായിട്ട് വന്നതാണ്. ഹെക്ടർ കണക്കിന് സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കാണണമെങ്കിൽ ശരിക്കും നമുക്ക് നടന്നു പോയി കാണാൻ പറ്റില്ല. ഇവരുടെ ട്രാക്ടറിൽ തന്നെ പോയി കാണണം. ഇവരുടെ മുഴുവൻ കൃഷികളും നമുക്ക് കാണണമെങ്കിൽ ഇതുവഴി ഇങ്ങനെ നടക്കുന്നത് തന്നെ വളരെ റെജുവിനേറ്റിംഗ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ മറ്റൊരു ഷാലറ്റ് കാണാൻ വന്നിരിക്കുവാണ്. അവിടെ കുന്നുമുകളിൽ അങ്ങിങ്ങ് കളർ ചേഞ്ച് കണ്ടില്ലേ? പുല്ല് ചെത്തി എടുത്തേക്കുന്ന സ്ഥലമാണ്. അവരിങ്ങനെ പുല്ല് ചെത്തി ശേഖരിക്കുവാണ് പശുക്കൾക്ക് വേണ്ടിയിട്ട്. ഇത് മുന്തിരിപ്പാടമാണേ. നല്ല പച്ച കളറിൽ മുന്തിരിങ്ങ നിപ്പുണ്ട്. അതെല്ലാം നെറ്റിട്ടാണ്, കിളികളൊക്കെ കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ നെറ്റിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും വന്നത് പിച്ചിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. ഇതൊരു വലിയ വൈൻയാർഡ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ അതിന് സമീപത്തായിട്ട് ഉള്ള മുന്തിരിപ്പാടമാണിത്. ഏക്കർ കണക്കിനുണ്ട്. നമ്മൾ മുകളിലേക്കൊന്നും പോയിട്ടില്ല. താഴെ നിന്ന് മാത്രം കുറച്ച് റെക്കോർഡ് ചെയ്തിട്ടേ ഉള്ളൂ. മുകളിലേക്കൊക്കെ പോയി റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അതുകൊണ്ടാണ് അത് അവോയ്ഡ് ചെയ്തേക്കുന്നത്. ഇത് ഇവിടുത്തെ പൗരാണികമായിട്ടുള്ള ഓരോ തറവാടും അതുപോലെ അവരുടെ കലിത്തൊഴുത്തും ഒക്കെയാണ് കാണുന്നത്. ഒരു വലിയ ഫാം ഹൗസ് ആണ്. ഇവർക്ക് ഈ ഫാമിൻ്റെ പല ഭാഗത്തായിട്ട് പശുത്തൊഴുത്തുകളുണ്ട്. ധാരാളം പശുക്കളും ഉണ്ട്. എല്ലാവർക്കും തന്നെ ആയിരക്കണക്കിന് പശുക്കളാണുള്ളത്. ഇവിടുത്തെ പൗരാണികമായിട്ടുള്ള വീടുകളൊന്നും തന്നെ അവർ അങ്ങനെ പുതുക്കി പണിയാറില്ല. ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് അവർ ആ പഴയ പ്രൗഢിയോടുകൂടി തന്നെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടെ കുറച്ച് കോഴികളൊക്കെ ചിക്കി ചകഞ്ഞ് നിൽക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവർ മനോഹരമായൊരു ഗാർഡനൊക്കെ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും വിറകടുക്കി വെച്ചേക്കുന്നുണ്ട്. ഒരു വിറകുപുരയുണ്ട്. അവിടെ നല്ല മനോഹരമായിട്ട് അവർ വിറകടുക്കി വെച്ചേക്കുവാണ്. ഈ ആൽപൈൻ വില്ലേജിലെ വീടുകളെല്ലാം തന്നെ തടി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കാലത്ത് അകത്ത് തണുപ്പ് കിട്ടും. അതുപോലെ തന്നെ തണുപ്പ് സമയത്ത് അകത്ത് നല്ല ചൂടുമായിരിക്കും. അതാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇവിടെ അതികഠിനമായ ശൈത്യമാണ്. അപ്പോൾ ഈ വില്ലേജുകളിലൊക്കെ വളരെ മിനിമലായിട്ടാണ് അവരെ അല്ലാത്ത ഹീറ്റിംഗ് ഒക്കെ ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ വീടുകൾക്കെല്ലാം സെല്ലാറുണ്ട്, അണ്ടർഗ്രൗണ്ട് റൂമുണ്ട്. അപ്പോൾ അണ്ടർഗ്രൗണ്ട് റൂമിലേക്ക് പോകുന്നൊരു വാതിലാണ് നമ്മളവിടെ കണ്ടത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്തൊരു സ്വിറ്റ്സർലൻഡ് വീഡിയോയുമായിട്ട് ഉടനെ കാണാം.